അലൈക്കും വറഹ്മത്തുള്ളാ. തറാനെ മില്ലി ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യയുടെ ദേശഭക്തി ഗാനം എഴുതിയ കവിയുമായിട്ടുള്ള പ്രമുഖ തത്വചിന്തകനായിട്ടുള്ള ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിൻ്റെ തറാനെ മില്ലി എന്ന കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അതൊന്ന് പാടിത്തരാം, അതിന് ശേഷം നമുക്ക് ക്ലാസ് എടുക്കാം. ഓക്കെ. चीनो अरब हमारा, हिंदू सिता हमारा, मुस्लिम है हम वतन है सारा जहां हमारा, तौहीद की अमानत सीनों में है हमारे, आसान नहीं मिठाना नामो निशा हमारा, दुनिया के बुध कदों में पहला वो घर खुदा का, हम उसके पास है वो पास हमारा, तेगों के साए में हम पल कर जवा हुए हैं, खंजर हिलाल का है कौमी निशा हमारा, मगरिब की वादियों में गूंजी अज़ान हमारी, मगरिब की वादियों में गूंजी अज़ान हमारी, थमता न था किसी से ले रवा हमारा, बातिल से दबने वाले ये आसमान ही हम, सौ बार कर चुका है तू इंतहा हमारा. അപ്പോൾ കുറച്ചും കൂടി വരികളുണ്ട്, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ അർത്ഥം വെച്ചതിന് ശേഷം പാടാം. ഓക്കെ. അപ്പോൾ ഇഖ്ബാൽ ഈ ഒരു കവിതയിലൂടെ പറയുന്നത് മുസ്ലിങ്ങളുടെ പ്രതാപകാലത്തെക്കുറിച്ചിട്ടാണ്, ഇസ്ലാമിക ലോകത്തിൻ്റെ പഴയകാല സ്മരണകളെക്കുറിച്ചിട്ടാണ്. ചൈനയും ഇന്ത്യയും അറേബ്യയും എല്ലാം മുസ്ലിങ്ങളുടെ കയ്യിലായിരുന്ന കാലഘട്ടം, മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ ഈമാനിക വെളിച്ചമുണ്ടായിരുന്ന കാലഘട്ടം, പ്രവാചക സ്നേഹം ഉണ്ടായിരുന്ന കാലഘട്ടം, അള്ളാഹുവിനോടുള്ള ഭയഭക്തി ഉണ്ടായിരുന്ന കാലഘട്ടം, ആ ഒരു സുവർണ കാലഘട്ടത്തിലേക്കുള്ള വിരൽ ചൂണ്ടലാണ് ഇഖ്ബാൽ തൻ്റെ ഈ ഒരു തറാനെ മില്ലി സാമൂഹിക ഗീതം എന്ന കവിതയിലൂടെ പറയുന്നത്. തറാനെ മില്ലി എന്നാൽ സാമൂഹിക ഗീതം, മില്ലി എന്ന് പറഞ്ഞാൽ സമൂഹം എന്നർത്ഥമുണ്ട്, രാഷ്ട്രം എന്നർത്ഥമുണ്ട്, തറാന എന്ന് പറഞ്ഞാൽ ഗീതം. ഓക്കെ. അപ്പോൾ ഇഖ്ബാൽ പറഞ്ഞു വെക്കുകയാണ്, ചീനോ അറബ് ഹമാര, ചൈനയും അറേബ്യയും ഹമാര നമ്മുടേതാണ്, മുസ്ലിങ്ങളുടേതാണ്, ഹിന്ദു സിത ഹമാര ഇന്ത്യയും മുസ്ലിങ്ങളുടേതാണ്, മുസ്ലിം ഹെ ഹം വതൻ ഹെ സാരാ ജഹാ ഹമാര, ഹം മുസ്ലിം ഹെ നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മൾ മുസൽമാന്മാരാണ്, സാരാ ജഹാ ഹമാര ഹെ എല്ലായിടങ്ങളും നമ്മുടേതാണ്, എല്ലാ ഭൂമികയും നമ്മുടേതാണ്, തൗഹീദ് കി അമാനത്ത് ഈമാനിൻ്റെ വിശ്വാസ്യത, തൗഹീദ് കി അമാനത്ത് ഈമാൻ എന്ന വിശ്വാസ്യത, ഹമാരെ സീനോമെഹെ നമ്മുടെ ഹൃദയത്തിലുണ്ട്, സീന എന്ന് പറഞ്ഞ ഹൃദയം. അപ്പോൾ തൗഹീദ് കി അമാനത്ത് വിശ്വാസ്യതയുടെ തൗഹീദ്, ഹമാരെ സീനോമെഹെ നമ്മുടെ നെഞ്ചിലാണ്, ആസാൻ നഹി മിഠാന നാമോ നിഷ ഹമാര, ഹമാര നാമോ നിഷ നമ്മുടെ പേരും പ്രതാപവും, നമ്മുടെ മുസ്ലിങ്ങളുടെ പേരും പ്രതാപവും, മിഠാന അത് മായ്ച്ചു കളയൽ, ആസാൻ നഹി ഹേ അത് സുഖകരമായ കാര്യമല്ല. അപ്പോൾ നമുക്ക് എത്ര മായ്ച്ചു കളഞ്ഞാലും കഅബയും മസ്ജിദുൽ അഖ്സയും അതുപോലെയുള്ള കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടാകും. ഭരണകൂടങ്ങളിൽ നോക്കുകയാണെങ്കിൽ താജ്മഹലും കുത്തുബ് മിനാറും ചെങ്കോട്ടയും അവിടെ ബാക്കിയുണ്ടാവും. അപ്പോൾ എത്ര മായ്ച്ചു കളഞ്ഞാലും ഹമാര നമോ നിഷാൻ നമ്മുടെ പേരും പ്രതാപവും മിഠാൻ അത് മായ്ച്ചു കളയില്ല, ആസാൻ നഹി ഹെ സുഖമുള്ള കാര്യമല്ല.
ദുനിയാ കെ ബുദ്കദോമേ പഹ്ല വഖർ ഖുദാക്ക. അപ്പോൾ ദുനിയാക്ക ബുദ്കദോമേ, ദുനിയാവിലെ ലോകത്തിലെ പ്രപഞ്ചത്തിലെ ആരാധനാലയങ്ങളിൽ നിന്നും, ബുദ്കത എന്ന് പറഞ്ഞാൽ ആരാധനാലയങ്ങളിൽ നിന്നും, പഹ്ല ആദ്യത്തേത്, ഖുദാക്ക അള്ളാഹുവിൻ്റെ, വോ ഘർ ഹെ ആ വീടാണ്, അള്ളാഹുവിൻ്റെ ആ വീട് എന്ന് പറഞ്ഞാൽ കഅബ. അപ്പോൾ കഅബയാണ് ദുനിയാവിലെ ആരാധനാലയങ്ങളിൽ നിന്നും ഏറ്റവും ആദ്യത്തേത്. ഹം ഉസ്കെ പാസ്ബാഹേ, നമ്മൾ അതിൻ്റെ സംരക്ഷകരാണ്, കഅബയുടെ സംരക്ഷകരാണ്. പാസ്ബാൻ എന്ന് പറഞ്ഞ സംരക്ഷകൻ. വോ അള്ളാഹു ഹമാരാ പാസ്ബാൻ ഹേ, നമ്മുടെ സംരക്ഷകരുമാണ്. അപ്പം നമ്മൾ കഅബയുടെ സംരക്ഷകരുമാണ്, അള്ളാഹു നമ്മുടെ സംരക്ഷകരുമാണ്. ഇനി മുസ്ലിങ്ങളുടെ പഴയ കാലത്തേക്ക് കടന്നു പോവുകയാണ്. അഥവാ നമ്മൾ വാൾമുനയിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. യുദ്ധം നമുക്ക് പ്രശ്നമായിരുന്നില്ല. നമ്മുടെ ചന്ദ്രക്കലയാണ് നമ്മുടെ അടയാളം. അതുപോലെ വെസ്റ്റിൻ്റെ മലഞ്ചെരിവുകളിൽ നമ്മുടെ ശബ്ദം ഉയർന്നു കേട്ടിട്ടുണ്ട്. നമ്മുടെ പ്രവാഹത്തെ തടയാൻ, ഇസ്ലാമിൻ്റെ പ്രവാഹത്തെ തടയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ തേഗോ കെ സായമേ ഹം ഫൽക്കർ ജവാഹുയേ ഹെ, ഹം നമ്മൾ, തേഗോ കെ സായമേ വാളിൻ്റെ തണലിലാണ്. തേഗ് എന്ന് പറഞ്ഞാൽ തണൽ, വാള്, സായ എന്ന് പറഞ്ഞ തണൽ. നമ്മൾ വാളിൻ്റെ തണലിൽ പൽക്കർ വളർന്നിട്ട് ജവാഹുയേ ഹെ യുവാക്കളായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ധീരന്മാരാണ്, മുസ്ലിങ്ങൾ ധീരന്മാരാണ്. ഖഞ്ചർ ഹിലാലിക്കാഹെ കൗമി നിഷാൻ ഹമാര നമ്മുടെ കൗമി നിഷാൻ സമൂഹത്തിൻ്റെ അടയാളം എന്നത് ഖഞ്ചർ ഹിലാലിക്കാഹെ ചന്ദ്രക്കലയാണ്. ഖഞ്ചർ എന്ന് പറഞ്ഞാൽ കത്തി എന്നാണ് അർത്ഥം. ഇവിടെ ഖഞ്ചർ ഹിലാൽ എന്ന് പറഞ്ഞാൽ ചന്ദ്രക്കല എന്നർത്ഥം. അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ചിഹ്നം ചന്ദ്രക്കലയാണ്. മഗ്രിബ് കി വാദിയോമേ ഗൂഞ്ചി അതാ ഹമാരി. അപ്പോൾ ഹമാരി അതാൻ, നമ്മുടെ സ്വരം, നമ്മുടെ ബാങ്ക്, നമ്മുടെ ശബ്ദം, മഗ്രിബ് കി വാദിയോമേ പാശ്ചാത്യരുടെ മലഞ്ചെരിവുകളിൽ ഗൂഞ്ചി ഹെ അത് ഉയർന്നു കേട്ടിട്ടുണ്ട്. തംഥാനതാ കിസി സേ സേലേ റവാ ഹമാര, ഹമാര നമ്മുടെ, സേലേ റവാ സഞ്ചാരത്തിൻ്റെ പ്രവാഹം, സേല എന്ന് പറഞ്ഞാൽ ഒഴുക്ക്, റവാ എന്ന് പറഞ്ഞാൽ പ്രവാഹം, നമ്മുടെ സഞ്ചാരത്തിൻ്റെ പ്രവാഹം, കിസീസെ ആർക്കും തംഥാനത തടയാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ സഞ്ചാരത്തിൻ്റെ പ്രവാഹം കിസീസെ ആർക്കും തംഥാനത അത് തടയാൻ കഴിഞ്ഞിട്ടില്ല. ഇനി പറയാണ്, മുസ്ലിങ്ങളെക്കുറിച്ച് പറയാണ്, നമ്മളെന്തല്ല ബാത്തിലിൽപ്പെട്ട ആളുകളല്ല, തെറ്റ് ചെയ്യുന്ന ആളുകളല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മെ ഒരുപാട് പരീക്ഷിച്ചിട്ടുണ്ട്. നല്ല ആളുകളെ ഒരുപാട് പരീക്ഷിക്കുമെന്നാണല്ലോ. അപ്പം നമ്മെ ഒരുപാട് പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ബാത്തിൽ സെദബിനെ വാലെ ഏ ആസ്മാൻ ഹി ഹം, ഏ ആസ്മാൻ, ഏ ആകാശമേ. നമ്മൾ ആദ്യം വിളിക്കുകയാണ്, ആകാശത്തെ വിളിച്ച് നമ്മൾ സത്യം ചെയ്യുമ്പോഴേക്ക് വിളിക്കുമല്ലോ, ഏ ഭൂമികയെ അല്ലേ, വിളിക്കുമല്ലോ. അതുപോലെ പറയാണ്, ഏ ആസ്മാൻ, ഏ ആകാശമേ, ഹം ഞങ്ങൾ, ബാത്തിൽ സെ തെറ്റിൽ, ദബിന വാലെ നെഹി ഹേ അമർന്നു പോയ ആളുകളല്ല. ദബിന എന്ന് പറഞ്ഞാൽ അമര, നമ്മൾ തെറ്റിൽ അമർന്നു പോയ ആളുകളല്ല ഞങ്ങൾ. സോബാർ കർ ചുക്കാ ഹേ തൂ ഇംതിഹാൻ ഹമാര, തൂ നീ, കാലമേ അല്ലേ. അപ്പോൾ കാലമേ അല്ലെങ്കിൽ ആകാശമേ, തൂ നീ, സൗബാർ 100 പ്രാവശ്യം, ഹമാര ഞങ്ങളെ, ഇംതിഹാൻ കർ ചുക്കാ ഹേ പരീക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹുവേ നീ ഞങ്ങളെ 100,000 പ്രാവശ്യം നീ ഞങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തല്ല, തെറ്റിൽ അടിഞ്ഞുകൂടി അമർന്നു പോയ ആളുകളല്ല. ഏ ഗുൽസിതാൻ അന്തുലിസ്, ഇനി വീണ്ടും കവി പഴയ കാലത്തെ പ്രതാപത്തിലേക്ക് മടങ്ങി വരികയാണ്. ഏ ഗുൽസിതാൻ അന്തുലിസ് വോ ദിൻ ഹെ യാദ് തുജ്കോ, ഏ ഗുൽസിതാൻ അന്തുസ്, ഏ സ്പെയിനിലെ പൂന്തോട്ടങ്ങളെ, തുജ്കോ നിനക്ക്, വോ ദിൻ ആ ദിനങ്ങൾ, യാദ് ഹെ ഓർമ്മയുണ്ടോ. ഏതാണ് ആ ദിനങ്ങൾ. ഥാ തേരി ഡാലിയോമേ ജബ് ആശിയ ഹമാര, ജബ് ഹമാര ആശിയ, എപ്പോഴാണോ ഞങ്ങളുടെ കൂടുകൾ, ഞങ്ങളുടെ പഞ്ചരങ്ങൾ, ആശിയ എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂട് എന്നാണ്. ജബ് എപ്പോഴാണോ, ഹമാര ആശിയ ഞങ്ങളുടെ കൂടുകൾ, തെരീഡാലിയോമെഥ നിൻ്റെ ശിഖരങ്ങളിലായിരുന്നത്, എപ്പോഴാണോ ഞങ്ങളുടെ കൂടുകൾ നിൻ്റെ ശിഖരത്തിലായത്, ആ ഒരു കാലം നിനക്ക് ഓർമ്മയുണ്ടോ സ്പെയിനിലെ പൂന്തോട്ടങ്ങളെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ത്വാരിഖ് ബിൻ സിയാദിൻ്റെ കീഴിൽ ചെന്നിട്ട് സ്പെയിന് കീഴടക്കി ഒരുപാട് പ്രാവശ്യം, ഒരുപാട് വർഷങ്ങളോളം മുസ്ലിങ്ങളുടെ കയ്യിലായിരുന്നു സ്പെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം 700 വർഷങ്ങളോളം മുസ്ലിങ്ങളുടെ കയ്യിൽ സ്പെയിൻ ഉണ്ടായിട്ടുണ്ടെന്നർത്ഥം.
AD 15-ാം നൂറ്റാണ്ടിലാണ് മുസ്ലിങ്ങൾക്ക് സ്പെയിൻ നഷ്ടപ്പെടുന്നത്. അപ്പോൾ അത്ര കാലം നിൻ്റെ ശിഖരത്തിലായിരുന്നു ഞങ്ങളുടെ കൂടുകളുണ്ടായിരുന്നത്. ആ ഒരു കാലം നിനക്ക് ഓർമ്മയുണ്ടോ സ്പെയിനെ? മൗജ ദിജില തൂബി പഹിച്ചാനെത്തി ഹംകോ. മൗജ ദിജില, ടൈഗ്രീസിൻ്റെ ഓളങ്ങളെ, തൂബി നീയും, ഹംകോ ഞങ്ങളെ, പഹിച്ചാനെത്തി തിരിച്ചറിയുന്നില്ലേ? പഹിച്ചാൻ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാം. അപ്പം നീയും ഞങ്ങളെ തിരിച്ചറിയുന്നില്ലേ? അബ് തക് ഹെ തേര ദറിയ അഫ്സാനഹ ഹവാര. അബ് തക് ഇപ്പോഴും, തേര ദറിയ നിൻ്റെ ഓളങ്ങൾ, ഹമാര ഞങ്ങളുടെ, അഫ്സാനഹ ഹേ കഥ പറയുന്നവളാണ്. അഫ്സാൻ എന്ന് പറഞ്ഞാൽ കഥ, ഹ എന്ന് പറയുന്ന. അപ്പോൾ അബ് തക് ഇപ്പോഴും, തെരാതെറിയ നിൻ്റെ ഓളങ്ങൾ, ഹമാര ഞങ്ങളുടെ, അഫ്സാനഹ ഹേ കഥ പറയുന്നവരാണ്. അപ്പോൾ ടൈഗ്രീസ് നീയും ഞങ്ങളെ തിരിച്ചറിയുന്നില്ലേ? ടൈഗ്രീസിൻ്റെ ഓളങ്ങളെ നിങ്ങൾ ഞങ്ങളെ തിരിച്ചറിയുന്നില്ലേ? നിങ്ങളുടെ ഓളങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അർസപാക്ക് തേരി ഹുർമത്ത് പെക്കട്ട് മറേഹം. പരിശുദ്ധമായ ഭൂമികയെ, അഥവാ മക്ക മദീന ഒക്കെ, പരിശുദ്ധമായ ഭൂമികയെ, തെരി ഹുർമത്ത് പെ കട്ട്മറേഹം നിൻ്റെ സംരക്ഷണത്തിന്, ഹുർമത്ത് എന്ന് പറഞ്ഞാൽ സംരക്ഷണം, തെരി ഹുർമത്ത് പെ നിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, ഹം കട്ട്മറേ ഞങ്ങൾ വെട്ടി വീണിരിക്കുന്നു, ഞങ്ങൾ യുദ്ധം ചെയ്തിരിക്കുന്നു. കാട്ടണ എന്ന് പറഞ്ഞാൽ പിന്നെ വെട്ടുക, മരണ എന്ന് പറഞ്ഞാൽ മരിക്കുക. അപ്പം ഞങ്ങൾ പടവെട്ടി മരിച്ചത് നിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഹൂ തെരി റഗോമേ അബത്തക് റവാ ഹമാര. അബത്തക് ഇപ്പോഴും, ഹമാര ഹൂൻ ഞങ്ങളുടെ രക്തം, ഹൂൻ എന്ന് പറഞ്ഞ രക്തം, അബത്തക് ഇപ്പോഴും, ഹമാര ഹൂൻ ഞങ്ങളുടെ രക്തം, തെരി റഗോമേ നിൻ്റെ ഞരമ്പുകളിൽ, റഗ എന്ന് പറഞ്ഞ ഞരമ്പ്, നിൻ്റെ ഞരമ്പുകളിൽ, റവാഹേ അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ പഴയകാല പ്രതാപ സ്മരണകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ഞങ്ങളുടെ നേതാവിനെക്കുറിച്ച്. ഒടുവിൽ ഇസ്ലാമിൻ്റെ നേതാവിനെക്കുറിച്ച് 2 വരി കൂടി കവി വാചാലനാവുകയാണ്. സാലാറെ കാറുവാഹേ മീറേ ഹിജാസ് അപ്ന. സാലാറെ കാറുവ അഥവാ ഞങ്ങളുടെ നേതാവ്. കാറവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരവൻ അഥവാ യാത്രാസംഘം. ഞങ്ങളുടെ യാത്രാസംഘത്തിൻ്റെ നേതാവ് അപ്ന ഞങ്ങളുടെ, മീരേ ഹിജാസ് ഹേ ഹിജാസിൻ്റെ രാജകുമാരനാണ്. ഹിജാസിൻ്റെ രാജകുമാരനാണ് ഞങ്ങളുടെ യാത്രാസംഘത്തിൻ്റെ നേതാവ്. ഉസ്നാം സേ ഹേ ബാക്കി ആരാമ ജ ഹമാര. ഉസ്നാം സേ ആ ഒരു പേര് കൊണ്ടാണ്, ഹമാര ഞങ്ങളുടെ, ആരാമജാൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സൗകുമാര്യത, ജീവിതത്തിൻ്റെ സമാധാനം, ബാക്കി ഹേ ഇപ്പോഴും ബാക്കിയായിട്ടുള്ളത്. പ്രവാചകൻ്റെ പേര് കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ആ പ്രവാചകനാണ്, ആ ഹിജാസിൻ്റെ രാജകുമാരനാണ് ഞങ്ങളുടെ യാത്രാസംഘത്തിൻ്റെ നേതാവ്. ഏറ്റവും ഒടുവിലായിട്ട് സാധാരണ രീതിയിൽ കവികളൊക്കെ ചെയ്യുന്നത് പോലെ തൻ്റെ പേര് കൂടി ചേർത്തിട്ട് തന്നെ കൂടി അഭിസംബോധന ചെയ്തിട്ട് സംസാരിക്കുകയാണ്. അത് ഉറുദു കവിതയുടെ ഒരു പ്രത്യേകതയാണ്. ആ കവിതയുടെ ഏറ്റവും അവസാനം എഴുതിയ കവി തന്നെ അഭിസംബോധന ചെയ്തിട്ട്, ആത്മകഥ ചെയ്തിട്ട് എന്തെങ്കിലും ഒന്ന് പറയും. അതാണ് ഇഖ്ബാൽ കാ തറാന. ഇഖ്ബാൽ തന്നെയാണ് ഈ ഒരു കവിത എഴുതിയത്. ഇഖ്ബാൽ കാ തറാന, ഇഖ്ബാലിൻ്റെ ഈ ഒരു കവിത, ഗോയാ ബാങ്കേ ദറാഹെ, അതൊരു ആഹ്വാനമായേക്കാം, മുസ്ലിങ്ങൾക്കുള്ള ഒരു ആഹ്വാനമായേക്കാം, ഗോയ ആയേക്കാം, ബാങ്കേ ദറ ഒരു ആഹ്വാനം. അപ്പോൾ ഇഖ്ബാൽ കാ തറാന, ഇഖ്ബാലിൻ്റെ ഈ ഒരു കവിത, ബാങ്കേ ദറാഹെ ഗോയ, ഗോയാ ബാങ്കേ ദറാഹെ അതൊരു ആഹ്വാനമായേക്കാം. ഹോത്താ ഹെജാദോ പേമ ഫിർ കാർവ ഹമാര, ഹമാര കാർവ ഞങ്ങളുടെ യാത്രാ സംഘം, ഫിർ വീണ്ടും, ജാദോ പേമ ഹോത്താ ഹെ വഴി അളക്കുന്നവരായിരിക്കുന്നു. ജാദോ എന്ന് പറഞ്ഞാൽ വഴി, പേമാറിനെ അളക്കുക, ജാദോ പേമാറ വഴി അളക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ യാത്രാ സംഘം, ഫിർ വീണ്ടും, ജാദോ പേമ ഹോത്താ ഹെ യാത്ര ചെയ്യുന്നവരായിരിക്കുന്നു. ആ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഈ ഒരു ഇഖ്ബാലിൻ്റെ കവിത. യാത്ര ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ പഴയകാല സ്മരണകൾ തിരിച്ചു കൊണ്ടുവരിക, അതിനായി യാത്ര ചെയ്യുക. ആ യാത്ര ചെയ്യാനുള്ള ഒരാഹ്വാനമാണ് ഇഖ്ബാലിൻ്റെ ഈ ഒരു കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കവിതയിലൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ഇസ്ലാമിൻ്റെ ചരിത്ര സത്യങ്ങളെക്കുറിച്ചും പഴയകാലത്തെ ഇസ്ലാമിൻ്റെ പ്രതാപങ്ങളെക്കുറിച്ചും അതിൻ്റെ ഓർമ്മകളെക്കുറിച്ചിട്ടൊക്കെയാണ് ഇഖ്ബാൽ വാചാലനാകുന്നത്. ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുമുള്ള ഒരു ശ്രമങ്ങളാണ് ഇഖ്ബാൽ നടത്തുന്നത്. അപ്പോൾ നേരത്തെ പാടാത്ത ആ ഒരു വരികൾ നമുക്കൊന്ന് പാടാം. മൗജിദ് ജിലതൂബി पहचानती है हमको, ए मौज दिजला तू भी
पहचानती है हमको, अब तक है तेरा दरिया अफसाना हमारा। ए अर्ज़ पाक तेरी हुर्मत पे कट मरे हम, है खून तेरी रगों में अब तक रवा हमारा। सालार कारवा है मेरे हिजाज अपना, उस नाम से है बाक़ी आराम जा हमारा। इक़बाल का तराना बांगे दराह गोया, इक़बाल का तराना बांगे दराह गोया, होता है जादो पेमा फिर कारवा हमारा। चीनो अरब हमारा, हिंदू സിതാ ഹമാരാ. അപ്പോൾ പഠിക്കാം, മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.